ഹലോ ഫ്ലോക്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഫ്രം മൈ ചാനൽ. നമ്മുടെ എല്ലാ വീട്ടമ്മമാരുടെ ഒരു പ്രശ്നമാണ് രാവിലെ എന്തുണ്ടാക്കും, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ തലേദിവസം കുറച്ചൊന്ന് കഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വെള്ളയപ്പം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അതാണ്. പിന്നെ ഒരു കാര്യം മറക്കരുത് കേട്ടോ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അപ്പോൾ ഇന്ന് പുളിപ്പ്, അത് നമ്മൾ കെമിക്കൽസ് ഒന്നും സോഡാപ്പൊടികളോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ പുളിപ്പ് എങ്ങനെയാണ് ഇടുന്നതെന്നും അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് വെള്ളയപ്പം എങ്ങനെയാണ് കിട്ടുന്നതെന്നും ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോയാലോ. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ടൊരു തേങ്ങയാണ് വേണ്ടത്. തേങ്ങ ഞാനിവിടെ എടുത്ത് അതിൻ്റെ ഇതെല്ലാം കളഞ്ഞ് ഞാനത് പൊട്ടിച്ച് അതിൻ്റെ വെള്ളം നമ്മൾ കളയാനോ കുടിക്കാനോ പാടില്ല. അതിൻ്റെ വെള്ളം നമ്മളൊരു ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ പുളിപ്പായിട്ട് എടുക്കുന്നത്. ഞാനിവിടെ ഈസ്റ്റോ അതേപോലെ തന്നെ സോഡാപ്പൊടിയോ സോഡാ പൗഡറോ അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഇങ്ങനെയാണ് പുളിപ്പുണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ പൊട്ടിച്ചു. രാവിലെ നമുക്ക് 2 പണികളാണുള്ളത്. ഒന്ന് തേങ്ങാവെള്ളം പുളിപ്പിന് വേണ്ടിയിട്ട് വെക്കുക, 2 അരി വെള്ളത്തിലിടുക. അപ്പോൾ ആദ്യത്തെ പരിപാടി ഞാൻ ചെയ്യുകയാണ്. തേങ്ങ എടുത്ത് ഞാനത് പൊട്ടിച്ച് അതിൻ്റെ വെള്ളം എടുത്ത് വെക്കുകയാണ്. അതിനകത്ത് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളി പുളിപ്പാണ്. ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് പുളിപ്പ് കിട്ടും. അപ്പോൾ അത് ചേർക്കുകയാണെങ്കിൽ കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കാനായിട്ട് ധൈര്യമായിട്ട് കൊടുക്കാം. ഈ ഈസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പം പല അസുഖങ്ങളും പല സ്കിൻ ഡിസീസസും വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇളക്കി വെക്കുകയാണ്. അത് അവിടെ ഇളക്കി മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇതൊന്നും വളരെ വിഷമമുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് അരി എടുക്കുക, എന്നിട്ട് അതിനെ ഒന്ന് കഴുകി വാരി അത് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടുക. ഞാനിവിടെ 1.5 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. വേറെ ഒന്നും ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർക്കുന്നില്ല ഇപ്പം. അപ്പം ഞാൻ അത്രയും ചേർത്തു. ഇനി അത് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി എടുത്ത് നമുക്കൊന്ന് വരാം. അപ്പോൾ കഴുകി നല്ലപോലെ കഴുകണം. ഒരു 3-4 പ്രാവശ്യം കഴുകിയില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അഴുക്ക് പോകത്തില്ല. അപ്പം ഞാനൊരു 3-4 പ്രാവശ്യം കഴുകി എടുത്തുകൊണ്ട് വന്നു. അത് മൂടി അവിടെ ഒരു സൈഡിൽ മാറ്റി വെച്ചു. ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ നമുക്ക് വൈകുന്നേരമാണ്. വൈകുന്നേരത്തേക്ക് നമ്മൾ തേങ്ങ ചിരണ്ടുകയാണ്. തേങ്ങ ചിരണ്ടുന്നത് അതിൻ്റെ തേങ്ങാപ്പാലെടുക്കണം. പാലാണ് നമ്മൾ വെള്ളമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നോർമൽ വെള്ളം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. നമ്മൾ പാലൊഴിച്ച് തന്നെയാണ് അരച്ച് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ തേങ്ങ ചിരണ്ടുന്നത്. തേങ്ങ അങ്ങ് ചിരണ്ടി നമ്മൾ അതിൻ്റെ പാൽ എടുക്കുകയാണ്. അപ്പോൾ ഒത്തിരി തേങ്ങയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ 1/2 മുറി തേങ്ങ എടുത്തിട്ടുള്ളൂ. നമുക്ക് എന്തേലാണോ പാൽ ആവശ്യം അതിനനുസരിച്ചുള്ള തേങ്ങ എടുത്താൽ മതി. അതിൻ്റെ 1, 2, 3 പാലെടുക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 2 പാലേ എടുത്തിട്ടുള്ളൂ. 1/2 മുറി തേങ്ങയാണ് താനും എടുത്തിരിക്കുന്നത്. 1/2 മുറി ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികമായിരുന്നു. എന്നിട്ട് എനിക്ക് പാല് മിച്ചം വന്നു കേട്ടോ. തേങ്ങാപ്പാൽ കുറച്ച് മിച്ചം വരികയും ചെയ്തു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് തേങ്ങ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ ഒരു 1/2 ഭാഗം തേങ്ങ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മുറിയുടെ 1/2 ഭാഗം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു 3 പാലെടുത്ത് കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും. അപ്പം നമ്മൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ട് നിൽക്കണം. അല്ലാതെ നമ്മുടെ ദോശമാവിനെ പോലെ കുറച്ച് കുറുകി നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. അപ്പം നമ്മളത് ആ ലൂസ് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കണം. അത് ഞാൻ മിക്സിക്കകത്തൊന്ന് അടിച്ച് പാലാക്കി എടുക്കുകയാണ്. ഞാൻ ഇതിനൊരു 1/2 കപ്പ് പാൽ എടുക്കുന്നുണ്ട്. ആ കപ്പിന് ഒരു 1/2 കപ്പ് പാൽ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിക്കകത്ത് അരയ്ക്കുമ്പോൾ നമുക്ക് മൊത്തം പാൽ നമുക്ക് എടുക്കാൻ പറ്റും. മറ്റേ നമ്മുടെ കൈ കൊണ്ട് പിഴിയുമ്പോൾ അത്രയും നമുക്ക് പാൽ ഫുള്ളായിട്ട് കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് മിക്സിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മിക്സി യൂസ് ചെയ്ത് നമ്മൾ പാൽ അടിപൊളിയായിട്ട് പിഴിഞ്ഞ് എടുക്കുകയാണ്. നമ്മൾ ഒരു 1/2 കപ്പ് പാൽ പിഴിഞ്ഞ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ അരി എങ്ങനെയാണോ അരയ്ക്കുന്നത് അതുപോലെ നമ്മൾ മിക്സിക്കകത്ത് അങ്ങ് അരച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനോ ഒന്നുമില്ല. നമ്മൾ അരച്ച് വെച്ച് തേങ്ങാവെള്ളവും കൂടി ഒന്നും ചേർക്കാനായിട്ട് മറന്നും പോകരുത്. അപ്പോൾ പാല് പിഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അരിപ്പിക്കാതെ അരിച്ചെടുക്കണം നല്ലപോലെ, അല്ലെങ്കിൽ അതിൻ്റെ തരികൾ വരും. തരികൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കാനായിട്ടൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും പാല് ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മിച്ചം പാൽ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അരി എടുക്കുന്നു. മിക്സിയുടെ ജാറ് വീണ്ടും കഴുകിയെടുത്ത് അതിനകത്തോട്ട് അരി എടുത്തിടുന്നു. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ
ഒഴിച്ച് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ ഇതിലെ എന്താ പറയുക പുളിപ്പ് ഒഴിക്കണം. പിന്നെ ഇവിടെ ചോറില്ലാത്തതുകൊണ്ട് ഞാൻ അവൽ കുതിർത്താണ് കേട്ടോ എല്ലാത്തിനും ഇടാറ്. ചോറ് ഞാൻ അധികം വെക്കാറില്ല, കുഞ്ഞാപ്പിക്ക് വേണ്ടി മാത്രമേ ഞാനിവിടെ ചോറ് വെക്കാറുള്ളൂ. ഞങ്ങൾ ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ ചോറ് വെക്കാറുള്ളൂ. ശനിയാഴ്ച ഞായറാഴ്ചയും ഞാൻ ചോറ് വെക്കും. ബാക്കി അല്ലാത്ത ദിവസം കുഞ്ഞാപ്പിക്ക് വേണ്ടി മാത്രം ചോറ് വെക്കും. ബാക്കി എല്ലാ ദിവസവും ഞങ്ങൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മുടെ ഒരു ബാച്ച് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി ഇടണം, നമ്മുടെ പുളിപ്പിന് വെച്ചിട്ടുള്ള തേങ്ങാ വെള്ളം പുളിപ്പിച്ചത് അത് ഒഴിക്കണം. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ആവശ്യത്തിന് ഒഴിക്കുക. ഇതിനകത്തോട്ട് പിന്നെ നമ്മൾ 1 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ ചോറോ ഇല്ലെങ്കിൽ അവൽ കുതിർത്തതോ ഇടുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ അത് നല്ല വൃത്തിക്ക് നല്ല പോലെ അരച്ചെടുക്കണം, നല്ല ഇതായിട്ട് അരച്ചെടുക്കണം, ഫൈനായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ 2 ബാച്ച് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഇളക്കി അത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നല്ലപോലെ പുളിക്കാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കണ്ടോ, അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, നല്ല ഒരു വെള്ളം പോലെ തന്നെ ഇരിക്കണം. അത് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ കുറുകി വരും. അപ്പോൾ എൻ്റെ അപ്പം ഇവിടെ പുളിച്ചിട്ടുണ്ട്, ഇത് കണ്ടോ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് ഇളക്കുമ്പോൾ കണ്ടോണം അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ തലേദിവസം വെച്ച അത്രയും കൺസിസ്റ്റൻസി അല്ല, അതിലൊരു കുറച്ച് കുറവ്, ഒത്തിരി കുറവല്ല, കുറച്ചൊരു കുറവായിട്ട് നല്ലൊരു കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളൊന്നും കൂടി ഇളക്കി അതവിടെ വെക്കുന്നുണ്ട്. ഇളക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ചട്ടി ചൂടാവണം, അതിന് വേണ്ടിയിട്ടാണ് ഇളക്കി അവിടെ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഒത്തിരി ഇളക്കി അതിൻ്റെ ആ ഒരു ഫെർമെൻറ്റ് ചെയ്ത സംഭവം കളയരുത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അത് കൂടാൻ മാത്രമായിട്ടേ ഇളക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇളക്കി അതിൻ്റെ ആ ഫെർമെൻറ്റേഷൻ കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ അപ്പം ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല പോലെ പെർമനൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ചൂടുക എന്നുള്ളതാണ്. ചട്ടി ചൂടാവുക, എണ്ണ തൂക്കുക. ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ച കേട്ടോ. ഇത് കാസ്റ്റഡ് അയണാണ്. കാസ്റ്റഡ് അയണായിട്ടുള്ള ഒരു ഇതാണ്, പാലപ്പ ചട്ടിയാണ്. ആദ്യം ഞാൻ നോൺ സ്റ്റിക്ക് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്ക് പൊളിഞ്ഞു പോയി, അത് ഗുണമില്ലാതായിപ്പോയി. അപ്പോൾ പിന്നെ ഞാനത് മാറ്റിയിട്ട് കാസ്റ്റഡ് അയണിലോട്ട് കിടന്നു. എൻ്റെ ദോശക്കല്ലും ചട്ടിയും ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. അങ്ങനെ അത് ഞാൻ പിന്നെ സീസൺ ചെയ്തെടുത്ത് അത് ഇതാക്കിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ബ്രൗണിഷ് കളർ വരുന്നത് നമ്മൾ മറ്റേ പഞ്ചസാര ചേർത്തുകൊണ്ടാണ് അത്രയും ബ്രൗണിഷ് കളറ് നമുക്കവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ കറിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ഒന്നും വേണ്ട. ഇവിടെ പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എല്ലാം ഇത് തന്നെ ആയിരിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇത് 2 നേരത്തേക്ക് കൂടിയാണ് ഉണ്ടാക്കിയത്. ലഞ്ചും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെള്ളയപ്പം ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കുന്നത്. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് എഴുന്നേറ്റ് ഒരു കുറച്ച് ലേറ്റ് ആയാലും നമുക്ക് കോരി ഒഴിച്ചൊന്ന് ചുട്ടാൽ മാത്രം മതിയല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ എപ്പോഴും അരച്ച് വെക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുമുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോട്ടോസ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട. അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.